നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വികസിത കേരളം കൺവെൻഷനുകളിൽ പങ്കെടുക്കാൻ കണ്ണൂരിലെത്തിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങി കൺവെൻഷൻ വേദിയായ ജവഹർ ലൈബ്രറി ഹാളിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് ഒരു വിശ്വാസത്തിലാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാണ് അവർ വോട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അവർ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം വാരിക്കോരി നൽകാൻ തയ്യാറാണ്. മുനമ്പത്ത് 610 ക്രിസ്ത്യൻ ഫാമിലിയെ വഞ്ചിച്ചവരാണ് കോൺഗ്രസ് പാർട്ടി. ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ഇതിന് ഉദാഹരണമാണ് പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ ഇന്നത്തെ ഗവൺമെന്റ് തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഏറ്റെടുക്കുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ ഈ വികസിത ഭാരതം കാഴ്ചപ്പാട് നരേന്ദ്രമോദിജി ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ജനങ്ങൾ കൊടുത്ത വിശ്വാസം വാക്ക് പാലിച്ച് അദ്ദേഹം ചെയ്ത 10 കൊല്ലത്തില് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കോൺഗ്രസ് അവർക്കൊരു മാൻഡേറ്റ് കിട്ടുമ്പോൾ, ജനാധിപത്യ ഒരു സംവിധാനത്തിൽ അവർക്ക് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? നരേന്ദ്രമോദിജി ബി.ജെ.പി. എന്ത് ചെയ്യുന്നു? ഇവിടെ ഇനി 26-10 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2016 ജനങ്ങൾ വിശ്വസിച്ചിട്ട് മാൻഡേറ്റ് കൊടുത്തു. ഇവിടെ എന്താണ് നടക്കുന്നത്? കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സർക്കാരാണ് ഇന്ന് സംസ്ഥാന സർക്കാർ. ഒരു പാവം ആശാ വർക്കർ 100 രൂപ ചോദിക്കുന്നു. അത് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റാത്തൊരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നു. യുവാക്കളുടെ CPO അവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്നും സമരം ചെയ്യുന്നുണ്ട്. ഡിഗ്രി എല്ലാം ചെയ്ത് എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് CPO അവർക്ക് പോലീസിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ഗവൺമെന്റ് പെൻഷനേഴ്സിന് 4, 5, 6 മാസമായിട്ട് പെൻഷൻ ഡിലേ ആയിട്ട് കിട്ടുന്നു. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഈ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ 10 കൊല്ലം സീറോ. കേരളത്തിലെ ബി.ജെ.പിക്ക് വളരെയധികം അക്രമങ്ങൾ നേരിടേണ്ടി വന്നു. ധാരാളം ബലിദാനികൾ ഉണ്ടായി. ഇങ്ങനെയൊക്കെ നേരിട്ടുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിൽ ബി.ജെ.പി. ഇന്ന് ഒഴിവാക്കാനാവാത്ത പാർട്ടിയായി മാറി. ഇനി അങ്ങോട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും അവരെ പാർട്ടിയുടെ ഭാഗമാക്കുകയും വേണം. അച്ഛൻ അമ്മമാരെ കാൽതൊട്ട് വന്ദിക്കാനുള്ള ഭാരതീയ സംസ്കാരം നമ്മൾ ഉയർത്തിപ്പിടിക്കണം. മുഖ്യ ഭാഷണത്തിൽ CK പത്മനാഭൻ പറഞ്ഞു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. AP അബ്ദുള്ളക്കുട്ടി, PK കൃഷ്ണദാസ്, CK പത്മനാഭൻ, MT രമേശ്, അഡ്വക്കേറ്റ് സുരേഷ്, PK വേലായുധൻ, C രഘുനാഥ്, A ദാമോദരൻ, K രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി AP ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു.